ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പുഴുങ്ങിയ മുട്ടയാണെന്നൊക്കെ തോന്നും, എന്നാൽ ഇത് മുട്ടയൊന്നുമല്ല. മുട്ട അല്ലാന്ന് മാത്രമല്ല, ഇതിലേക്ക് നമ്മൾ മുട്ടയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. നമുക്കിത് എന്താണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് ഉണ്ടാക്കാൻ ആദ്യം ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചൈന ഗ്രാസ് ആണ് കേട്ടോ. ഞാനിവിടെ 5 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റിൽ നിന്ന് പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് ഇതൊന്ന് കുതിർത്തതിന് ശേഷം നമുക്കിതിലേക്കുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ഗ്ലാസ് പാല് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുതിർന്ന് വന്ന ആ ഒരു ചൈന ഗ്ലാസ്സിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടും ഒരേ സമയത്ത് തന്നെ നമുക്കിത് ചൂടാക്കി എടുക്കണം. പാല് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ സമയം തന്നെ ചൈന ഗ്രാസും ഇപ്പുറത്ത് മെൽറ്റായിട്ട് വരുന്നുണ്ട്. ഈ ചൈന ഗ്രാസ് മുഴുവനായിട്ടും മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് ഇത് അരിച്ചെടുത്ത് തിളച്ച് വന്ന പാലിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് രണ്ടും ഒരേ ചൂട് വരുമ്പോൾ വേണം കേട്ടോ ഇത് മിക്സ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോവും. അപ്പോൾ പാല് കണ്ടോ ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഈ ചൈന ഗ്രാസിൻ്റെ മിക്സ് അരിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ, അതൊന്നുകൂടെ ടേസ്റ്റി ആക്കണമെങ്കിൽ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂട് പോകുന്ന സമയത്ത് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും, നമ്മളിപ്പോൾ ഒരു നോർമൽ മിൽക്ക് പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അത് സെറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ വ്യത്യസ്തമായിട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ മുട്ടത്തോടിലാണ് ഞാനിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മുട്ടത്തോടിൻ്റെ ഉൾഭാഗം ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് സോപ്പ് ഇട്ടിട്ട് കഴുകി ഉണക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒഴിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഏകദേശം ഒരു 2 മണിക്കൂർ നേരം തണുപ്പിച്ചെടുക്കുമ്പോഴേക്കും ഇത് നല്ല പോലെ സെറ്റായിട്ട് കിട്ടും. ഇനി ഞാനിത് തണുത്തതിന് ശേഷം കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നല്ല പോലെ തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പുഴുങ്ങിയ മുട്ടയൊക്കെ തൊലിയെടുക്കുന്ന രീതിയിൽ ഇതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞെടുക്കാം. ഇങ്ങനെ എല്ലാത്തിൻ്റെയും തൊലി കളഞ്ഞിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി മിൽക്ക് പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് മറ്റുള്ളവരെ പുഴുങ്ങിയ മുട്ടയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിക്കാനൊക്കെ പറ്റുന്ന ഒരു ഐറ്റമാണ്. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്